ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ നാമത്തിൽ നിനക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബെത്സയിദ കുളക്കരയിൽ ഈശോ തളർവാദ രോഗിയെ സാബത്ത് ദിനത്തിൽ സുഖപ്പെടുത്തിയതുകൊണ്ട് അധികാരികൾ ഈശോയ്ക്കെതിരെ തിരികുകയാണ്. ഈശോയുടെ അധികാരത്തെ തന്നെ അവർ ചോദ്യം ചെയ്യുകയാണ്. ഈശോ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 18-ാം തിരുവചനം. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ഈശോ ആയിട്ട് തർക്കിക്കുമ്പോൾ ഈശോ വളരെ ക്ലിയർ ആയിട്ട് അവരോട് പറയുക, അവിടുത്തെ വചനം, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നില്ല. അതിന് കാരണം പറയുകയാണ്, അവിടുന്ന് അയച്ചത്, അതായത് ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട്, പുത്രനിൽ ഈശോയിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നില്ല. നമുക്ക് ഈ വചനം ഒന്ന് തിരിച്ചിടാം. അങ്ങനെയാണെങ്കിൽ പുത്രനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിലനിൽക്കും. പ്രിയ സഹോദര സഹോദരി, നീ വചനത്തെയൊക്കെ ഒത്തിരി ആഗ്രഹിക്കാറില്ലേ? വചനം പഠിക്കണം, വചനം ജീവിക്കണം, വചനത്തെ സംശീകരിക്കണം. ഒരൊറ്റ കാര്യമുള്ളൂ, നീ ദൈവം അയച്ച പുത്രന് ഈശോയിൽ അങ്ങ് വിശ്വസിക്കുക. വചനം നിന്നിൽ ജീവിക്കും, നിന്നിൽ നിറയും, വചനം അഭിഷേകമായി തീരും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിൻ്റെ വചനം നിലനിൽക്കുവാനായിട്ട്, നിന്നിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുവാനായിട്ട്, ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തി നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.